അല്ല ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഞെട്ടിക്ക ബിരിയാണി എടുക്കാം. വ്ളോഗ് റോ വ്ളോഗാണ്. ഇതിൽ എന്ത് കിട്ടുന്നു അതെല്ലാം ഇടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഹിസ്റ്ററി പറയാനായിട്ട് ഞാൻ കൃപേനെ മുടിനഗർ തേച്ചിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ബുധുവയിലാണ്. മാത്രമല്ല ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിഭാറ്റിയുടെ ലൈഫ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേറെ കൺട്രിയിലൊക്കെ പോകുന്ന എന്ത് ചെയ്യണം. നമ്മൾ ബർത്ത്ഡേ ആഘോഷമൊക്കെ അടിപൊളിയാക്കിയിട്ട് തന്നെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഫുൾ ആഘോഷമാണ്. അവിടെ നമ്മൾ പൊതുവെ ഫെസ്റ്റിവൽ ഡെസ്റ്റിനേഷൻ ഓൾഡ് ടൗൺ ആണ്. കാണാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ അതിന്റെ ക്ലിപ്സ് ആൻഡ് ഷോട്ട്സ് കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഓൾഡ് ടൗൺ. ബുദ്വേൽ ഒരു ഐ തിങ്ക് ഒരു 4 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനുണ്ട്. ബാക്കി വിഷ്വൽസ് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഓൾഡ് ടൗൺ. 2 അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് ഇടയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. ചിക്കൻ ഓർ മാർഗരീറ്റ കിട്ടും. നമ്മളിപ്പോൾ രാവിലെ മാർഗരീറ്റ കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം കൊടുക്കും. കാർ പ്ലീസ്. She says, don't you worry, you're only 19, so why you in such? പൊതുവയുടെ ഹിസ്റ്ററി പറയാനായിട്ട് ഞാൻ കൃപേനെ എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഭയങ്കര റിസർച്ച് നടത്താണ്ട് ഇത്തവണ പോകുന്നത്. എന്താ അവിടെ ഹിസ്റ്ററി അതാണ് ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് പോയിട്ടാണ് വരാൻ പോകുന്നത്. എനിക്കിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ചെയ്യാം അല്ലേ. വോയിസ് ഓവർ ചെയ്യാം പോയി കണ്ടുപിടിച്ചിട്ട്. ഇല്ലല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഇവിടുത്തെ ഹിസ്റ്ററി വേണമെന്നുള്ളൊരു കണ്ടുപിടിക്കുക. ഇതിനെ കുറിച്ച് ഒന്നും പറയാനൊന്നുമില്ല. കുറെ പഴയ കെട്ടിടം എനിക്ക് തോന്നുന്നു മേ ബി ഇതുമാതിരി തന്നെ നമ്മുടെ എല്ലായിടത്തും ഈ പഴയ കെട്ടിടം എന്ന് പറയുന്നത് പണ്ടത്തെ ബ്രിട്ടീഷിന്റെ സമയത്ത് ഇവിടെ ഇതുപോലെ തന്നെ പണ്ടത്തെ പോർച്ചുഗീസ് ആൾക്കാരുടെ സമയത്ത് ബിൽഡ് ചെയ്തതായിരിക്കാം. അവർ യുദ്ധത്തിന് വേണ്ടി യൂസ് ചെയ്തതായിരിക്കാം. ഇതവരുടെ പഴയ സ്ഥലം അതിനെ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദേ ഡു ഹാവ് എ ന്യൂ ടൗൺ ഇൻ ഹിയർ. ഇത് പഴയ ടൗൺ. അത് നമ്മൾ സാധാരണ ടൗൺഷിപ്പ് പോലത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ തന്നെ ടൗൺസ് ആണ്. നോട്ട് ലൈക്ക് UK. അപ്പോൾ നമ്മൾ വന്ന് അടുത്ത സ്റ്റേഷനായ കറട്ടി സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണത്. ആക്ച്വലി ഇറ്റ്സ് എ റിസോർട്ട് നൗ. അതൊരു ലക്ഷറി റിസോർട്ടാണ്. സോ നമുക്കിവിടെ വോക്കിൻ നമുക്ക് കണ്ടിറങ്ങാം. ഇത് എന്താ ഒരു ഐലൻഡ് പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുണ്ട് സ്പേസ് ഉണ്ട്. ബട്ട് ഇതൊരു ഐലൻഡ് പോലെ ചുറ്റും വെള്ളമാണ്. വെരി ബ്യൂട്ടിഫുൾ വ്യൂ. അതാണ് ഇത്രേ ഉള്ളൂ. അതായത് നടക്കാനുള്ള ഇപ്പൊ നമ്മുടെ കര അതാണ്, പിന്നെ കടൽ ഇങ്ങോട്ട്. അപ്പം അങ്ങോട്ടേക്ക് അതിലേക്ക് പോകാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് സെവറ്റി സ്റ്റീഫൻ. നമ്മൾ ഡ്രോൺ ഷൂട്ടിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങോട്ടുള്ളൊരു വഴി മാത്രം ഇത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ തപ്പുട് കിട്ടും. അതാ അവിടെ ഒരുത്തൻ കിടക്കുന്ന മിക്കവാറും ബ്രിട്ടീഷുകാരായിരിക്കും. Still inside, I'm sitting on the curb of the parking lot, thinking about our lives and the futures we've got. And she says, don't you worry, you're only 19, so why you in such a hurry? And it's a parking lot sunrise, with a girl who says that she might just sign me a Monday. We're in so an hour, under a parking lot sunrise, with a girl who says that she might just sign me a Monday. We're in so an hour. It's a little bit late. It's a little bit light, but when I'm with. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പെട്രോവാക് ബീച്ച്. നമ്മൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല ചൂടുണ്ട്, നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കൊള്ളാം. ഇത് പെട്രോവാക് ബീച്ച് എന്ന് പറഞ്ഞാൽ പൊതുവേ തന്നെ അടുത്തുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഡ്രൈവുള്ളൂ. അതെ, ഇവന്മാരെ നമുക്ക് പിന്നെയും കാണാം. തുറങ്ങാം. നമുക്ക് ഞെട്ടിക്ക് ബിരിയാണി എടുക്കാം. ഫോട്ടോ എടുത്താലോ?
to her side, and we're sitting on the curb of the parking lot, talking about our lives and the futures we've got. And she says, don't you worry, you're only 19, so why you in such a hurry? And it's a parking lot sunrise with a girl who says that she might. നൈസ് ബീച്ച്. നമ്മുടെ ഇത് കറക്റ്റ് കൊച്ചിമാറൻ ഡ്രൈവ്. നല്ല ബീച്ച്, നല്ല വെതർ. എന്താ വേണ്ടേ? നനയാൻ പോവാ? പൊടിച്ചത് കല്ലല്ല, മണലല്ല, നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥ. സണ്ണി, തണുപ്പായിരിക്കും. വെള്ളം ചിലപ്പോൾ ചൂട്, ആരും കുളിക്കുന്നൊന്നും കാണുന്നില്ല. തണുപ്പുണ്ട്, അങ്ങോട്ട് അടുക്കുമ്പോഴും തണുപ്പാ. കളർ കണ്ടോ വെള്ളത്തിൻ്റെ? മണലില്ലാത്തതുകൊണ്ട് വേണോടാ. ഞാൻ പോയി നനഞ്ഞിട്ട് വരാം. ആ അതാ മണലില്ലാത്തതുകൊണ്ടേ നല്ല തണുപ്പാണ്. കഴിച്ച് ബീച്ചിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും. നല്ല ബീച്ച്. ഇവിടെ കുറേ ഐലൻഡുകളുണ്ട്. ഇപ്പൊ കണ്ടോ അങ്ങേറ്റത്ത് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. ഇറ്റ്സ് ആൻ ഐലൻഡ്. ഞാൻ തിരിച്ചു നോക്കുന്ന ശാന്തിയുടെ ബീച്ചിലാണ്. Under a parking lot sunrise with a girl who says that she might just stop me